ഹായ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ചന്ദനലേപ സുഗന്ധം എന്ന ഗാനത്തിന്റെ രണ്ടാം ഭാഗമാണ് തരുന്നത്. ഒന്നാം ഭാഗം വീഡിയോ ഇട്ടിരുന്നു. ഇതിന്റെ രണ്ടാം ഭാഗം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെയധികം പേര് കമന്റ് ഇട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് രണ്ടാം ഭാഗം ഇന്ന് വീഡിയോ തരുന്നത്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന മോഹനം എന്ന രാഗത്താണ്. മോഹനം വളരെ മനോഹരമായ രാഗമാണ്. വളരെയധികം ഗാനങ്ങൾ ഈ രാഗത്തിനകത്ത് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചലച്ചിത്ര ഗാനങ്ങളും അതുപോലെ തന്നെ ലളിത ഗാനങ്ങളും ഒക്കെ ഇതിനകത്ത് ഈ രാഗത്തിനകത്ത് ഒരുപാട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അത്രയ്ക്കും മനോഹാരിതയുള്ള ഒരു രാഗമാണ് മോഹനം. നമ്മുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന രാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ രാഗത്തിൽ കൂടുതൽ പാട്ടുകൾ വരുന്നത്. അപ്പൊ മോഹൻ രാഗം ഹരികാംബോജി രാഗത്തിന്റെ ജന്യരാഗമാണ്. ഇതിന്റെ ആരോഹണം അവരോഹണം ഹരിക പദസ സദപ ഗതിസ മധ്യമം നിഷാദം ഈ രണ്ടു സ്വരം ഈ രാഗത്തിനകത്തില്ല. വളരെ സിമ്പിളായിട്ട് വായിക്കാവുന്ന ഒരു രാഗമാണ്, പഠിച്ചെടുക്കാവുന്ന രാഗമാണ് മോഹനം. അന്യസ്വരമായിട്ട് ഇതിനകത്ത് കുറഞ്ഞ നിഷാദം വരുന്നുണ്ട്. അപ്പം നമുക്ക് രാഗത്തിന്റെ ആരോഹണം അവരോഹണം നോക്കാം. ഇത് മൂന്നാമത്തെ ഒക്ടവിലാണ് ഇന്ന് ഞാൻ പ്ലേ ചെയ്യുന്നത്. ഒരു ഓർഗൻ പഠിക്കുന്ന കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു ഓർഗന് 5 ഒക്ടവ് ഉണ്ട്. ഒരു ഒക്ടവ് എന്ന് പറഞ്ഞ് നമ്മള് സി മുതൽ അടുത്ത ബി വരെയുള്ള ഭാഗത്തിനാണ് നമ്മൾ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. 7 കീ ഉൾപ്പെടുന്ന അത്രയും ഭാഗത്തിന്. പിന്നെ അടുത്ത കീ എന്ന് പറയുന്നത് അടുത്ത ഒക്ടവിലെ സി ആണ് വരുന്നത്. അതെല്ലാ ഒക്ടവിലും അങ്ങനെ വരുന്നത്. സി മുതൽ ബി വരെയുള്ള നോട്ടിനാണ് നമ്മൾ ഒരു ഒക്ടേവ് എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തെ ഒക്ടവ് എന്ന് പറയുന്നത് മിഡിൽ ഒക്ടവ് ആണ്. മൂന്നാമത്തെ ഒക്ടവ് എന്ന് പറയുന്നത് മിഡിൽ ഒക്ടവ്. അപ്പൊ ആ മിഡിൽ ഒക്ടവിലാണ് ഞാൻ നോക്കുന്നു ഈ ഗാനം വായിച്ച് തരുന്നത്. അപ്പൊ ഓർഗൻ ഉള്ളവര് മൂന്നാമത്തെ ഒക്ടവിൽ തന്നെ ഇത് വായിക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടോൺ ഇടാം. വയലിനോ ഫ്ലൂട്ടോ പിയാനോ ഏതിട്ടാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് രാഗം അതിന്റെ ആരോഹണം അവരോഹണം ഒക്കെ ഒന്ന് വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിനുശേഷം വേണം. അപ്പൊ ആരോഹണം അവരോഹണം കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആ പാട്ട് ആ സ്കെയിൽ നിങ്ങൾക്ക് വായിച്ച് പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ആരോഹണം അവരോഹണം ഇതാണ് അതിന്റെ ആരോഹണം. ഈ പുറകോട്ട് അതിന്റെ അവരോഹണം. ഇതിനകത്ത് എല്ലാം കൂടിയ സ്വരങ്ങളാണ്. എന്ന് പറഞ്ഞ ഹാഫ് നോട്ടില്ല. ഷഷ്ടം അന്തരം പഞ്ചമം ചതുർത്ഥം ദൈവതം പിന്നെ അടുത്ത ഒക്ടവിൽ സഹായം. അപ്പം ഇതിനകത്ത് ഈ രാഗം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. വളരെ മനോഹരമായ രാഗമാണ്. നല്ല രാഗമാണ്. കേൾക്കാൻ ഇഷ്ടമുള്ള സുഖമുള്ള ഒരു രാഗമാണ്. ഒരുപാട് ഗാനങ്ങൾ ഇതിനകത്ത് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാട് ഗാനങ്ങൾ. ചലച്ചിത്ര ഗാനങ്ങൾ കൂടുതൽ സംഗീത സംവിധായകര് കൂടുതൽ ഈ രാഗമാണ് തെരഞ്ഞെടുക്കുന്നത്. നമ്മുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന ഒരു രാഗമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം.
അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ ഭാഗം ഞാൻ പറഞ്ഞിരുന്നു, രണ്ടാം ഭാഗമാണ് ഇപ്പൊ എന്ന് കരുതുന്നു. ഗാപ്പ പർവ ഗാപ്പാദ ഗാപ്പ പർവ ഗാപ്പാദ ദാസ ഗാപ്പ പർവ ഗാപ്പാദ ദാസ നിങ്ങൾ നോട്ട് എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ. ഗാപ്പ പർവ ഞാൻ വായിക്കുമ്പോൾ ആ നോട്ടിന്റെ വരുന്ന ഫിംഗർ ഏതൊക്കെ വെല്ലാണ് ആ ഓരോ കീക്ക് പ്ലേ ചെയ്യുന്ന നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഗായക്ക് വെല്ലാണ്, അതുപോലെ ഒന്നാമത്തെ വെല്ലാണ്, ഗായക്ക് രണ്ടാമത്തെ വെല്ലാണ്. ഗാപ്പ പർവ പർവ ടച്ച് ചെയ്ത് ഗാപ്പ പർവ ടച്ച് ചെയ്തില്ല. അതിനുശേഷം മാറ്റി എത്തിയ ഗാപ്പ അതിനുശേഷം ഞാനൊന്നും കൂടെ പറയാം, നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. ഗാപ്പ പർവ ഗാപ്പാദ ദാസ സാരി സദ ദാസ ദപ പാദ പ ഗാപ്പ പർവ ഗാപ്പാദ ദാസ സാരി സദ ദാസ ദപ പാദ പ. ഇനി അടുത്ത ലൈൻ. ഇവിടെയാണ് നിഷാദ് ഹാഫ് നോട്ട് വരുന്നത്, 5 സ്വരം ഉണ്ട്. പാദരി നീനി പാദ 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 ഗാപ്പ ഗരി പാപ. നോട്ട് എഴുതിയെടുക്കുക. പാദരി നീനി പാദ 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 ഗാപ്പ ഗരി പാപ. ഇതാണ് സ്വരം, അത് എഴുതി വെക്കുക. അത് കഴിഞ്ഞ് അതിനുശേഷം ഗപദ സദപ, അത് 3 പ്രാവശ്യം വയ്ക്കുക. ഗപദ സദപ ഗപദ സദപ ഗപദ സദപ ഗപ ഗരി സ. അവിടെ പഞ്ചമത്തിന് 5ാമത്തെ കല്ല്, പഞ്ചമത്തിന് 5ാമത്തെ കല്ല് ഉപയോഗിക്കുക. ഗാന്ധാരത്തിന് 3ാമത്തെ, ദിശയ്ക്ക് 1ാമത്തെ കല്ല്. ഈ വിരലൊക്കെ വായിക്കാൻ നമുക്ക് വായിക്കാൻ എളുപ്പം കിട്ടും. നമുക്ക് വേറെ വിരൽ ഉപയോഗിച്ച് അത് വായിക്കാം, പ്ലേ ചെയ്യാം. പക്ഷെ നമ്മൾ ഈ രീതിക്ക് വായിക്കുമ്പോൾ നമുക്ക് ആ നോട്ടൊക്കെ വായിക്കാനുള്ള ഒരു എളുപ്പം കിട്ടും. ഇപ്പൊ സാറിന് വായിക്കാൻ ക്വസ്റ്റ്യൻ ആ വിരൽ തന്നെയാണ് വരേണ്ടത്. ആ വിരൽ മുന്നിൽ മാറ്റി ചിലർ മാറ്റിയൊക്കെ വായിക്കും, മാറ്റി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കുന്നതിന് ചിലപ്പം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വിരൽ കറക്റ്റ് ഫിംഗറിങ് അവിടെ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പൊ അത്രയും ഞാൻ ഒന്ന് വാച്ച് ചെയ്യും.
ഇനി ഇതിന്റെ ചരണം നമ്മൾ അനുപല്ലവിയുടെ നോട്ട് തന്നെ അതിന്റെ ചരണമായിട്ട് വരുന്നത്. പാട്ട് പാടുമ്പോൾ സാഹിത്യം വ്യത്യാസമുണ്ട്. പക്ഷെ നമ്മള് നോട്ട് വായിക്കുമ്പോൾ അതിന്റെ അനുപല്ലവി ഇതിനാണ് ചരണമായിട്ട് വരുന്നത്. അപ്പൊ ഈ നോട്ട് തന്നെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ വായിച്ചിട്ട് പല്ലവി കംപ്ലീറ്റ് വായിക്കുമ്പോൾ ഈ പാട്ട് പൂർണ്ണമാകും. അപ്പൊ ഈ പാട്ട് ഇവിടെ കൊണ്ട് പൂർണ്ണമാവുകയാണ്. ഇതിന്റെ അനുപല്ലവി പലരും ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് അനുപല്ലവി ഇട്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് എഴുതി സംശയങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് പറഞ്ഞു തരാം. അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ പ്രതീക്ഷയോട് കാത്തിരിക്കുക.